ഹായ്, ഞാൻ മേഘ കുർ, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓഡിയോളജിസ്റ്റാണ്. കേൾവിക്കുറവുള്ളവർക്ക് എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കേൾവിക്കുറവെന്ന് പറയുമ്പം പല രീതിയിലുള്ള കേൾവിക്കുറവുകളുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സാധാരണ ചെവിയുടെ ഉള്ളിൽ അടുക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ രീതിയിലുള്ള കേൾവിക്കുറവ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ ആണെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഒരു ചെറിയൊരു ഞരമ്പുണ്ട്, അത് പൊട്ടി അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒലിച്ചു വരിക, അങ്ങനെ വരുന്നവർക്കുള്ളൊരു കേൾവിക്കുറവുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് റീസെൻ്റ്ലി പ്രായമുള്ളവർക്ക് ഞരമ്പിനെ ബാധിച്ചിട്ടുള്ള ഒരു കേൾവിക്കുറവും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള ഒരു കേൾവിക്കുറവാണെന്നാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടുപിടിക്കുന്നത്. കേൾവിക്കുറവുള്ളവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരണം. ടെസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ശതമാനമാണ് കേൾവിക്കുറവെന്നുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞരമ്പിനെ ബാധിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഹിയറിംഗ് എയ്ഡുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഹിയറിംഗ് എയ്ഡ് വില കുറവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT വന്നിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.